ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സഞ്ജയൻ എന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, സഞ്ജയൻ എന്ന പുസ്തകത്തിൽ നിന്ന് ശ്രീരാം ശർമ്മയുടെ സ്മൃതി എന്ന പാഠമാണ്. സ്മൃതി അല്ലെ, ലെസന്റെ പേരെന്താണ്? സ്മൃതി അല്ലെ. ഈ സ്മൃതിയില് ശ്രീരാം ശർമ്മ തന്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹവും സഹോദരനും കൂടി ഗ്രാമത്തിന് വെളിയിലുള്ള സ്ഥലത്തേക്ക് കളിക്കാൻ പോയതും അവിടെ നിന്ന് മൂത്ത സഹോദരന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുവാനുള്ള സന്ദേശം കിട്ടിയതും അവിടേക്ക് എത്തിയപ്പോൾ ഒരു കത്ത്, 2-3 കത്തുകൾ പോസ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അദ്ദേഹവും 8 വയസ്സുള്ള ഇളയ സഹോദരനും കൂടിയാണ് മഖൻപൂർ പോസ്റ്റ് ഓഫീസിലേക്ക് പോയത്. ഇപ്പോൾ പോകുന്ന വഴിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായിരുന്നു? സാധാരണ മിക്കവാറും സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാ മാവിലും കയറി മാങ്ങയൊക്കെ പറിച്ചിട്ട് വഴിയിൽ കാണുന്ന പാമ്പിനെയും തല്ലിക്കൊന്ന് ബഹളം വെച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ ആ വഴിയിലൂടെ പോകുന്നതുകൊണ്ട് അവർക്കറിയാം, അവർ പോയ വഴിയിൽ ഒരു കിണറുണ്ട്, ആ കിണറിനുള്ളിൽ ഒരു വലിയൊരു പാമ്പ് ഉള്ളത് അവർക്കറിയാം. കാരണം അത് അറിഞ്ഞിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. സ്കൂളിൽ നിന്ന് വരുന്ന ഒരു ദിവസം ഇതുപോലെ എന്തോ കമ്പൊക്കെ എടുത്ത് കിണറിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ പെട്ടെന്ന് കിണറിൽ നിന്ന് ശീൽക്കാരുടെ ശബ്ദം, പാമ്പിന്റെ ശബ്ദം കേട്ടു. അപ്പൊ അതുപോലെ ഇത്തവണയും ഈ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്ന വഴിയിലും എന്ത് ചെയ്തു? ആ പാമ്പിനെ എറിയാമെന്ന് വിചാരിച്ചിട്ട് കല്ലും വടിയൊക്കെ ആയിട്ട് കിണറിന്റെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് കുനിയയും പിടിക്കുന്നതിന് മുമ്പ് തൊപ്പി താഴേക്ക് വീണു. അപ്പൊ തൊപ്പിയിലാണ് എന്ത് വെച്ചിരുന്നത്? ഈ കത്തുകൾ. അന്ന് കോട്ടിന് പോക്കറ്റ് ഇല്ലാതിരുന്നത് കൊണ്ട് തൊപ്പിയിലാണ് ഈ കത്തുകൾ മടക്കി വെച്ചിരുന്നത്. കത്തുകൾ എന്ത് ചെയ്തു? തൊപ്പി താഴേക്ക് വീണ കൂട്ടത്തില് കത്തുകളും കിണറിനുള്ളിലേക്ക് വീണു. പിന്നീട് ചേട്ടന്റെ അടിയോർഗത്തിന് 2 പേരും കൂടി ഇരുന്ന് കരച്ചിലായി. പക്ഷേ പിന്നീട് മനസ്സിലായി, കരഞ്ഞിട്ട് കാര്യമില്ല, ഒന്നെങ്കിൽ കത്തെടുക്കണം അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് നേരെ പറഞ്ഞ് അടി കൊള്ളണം. രണ്ടും ഒരുപോലെയാണ്. കാരണം കത്തെടുക്കുക എന്നുള്ളത് പാമ്പിന്റെ കൊത്തുകൊണ്ട് ചാകുന്നതിന് തുല്യമാണ്. അങ്ങനെ വിചാരിച്ചിട്ട് എന്തായാലും 2 പേര് എന്ത് ചെയ്തു? കയ്യിലുണ്ടായിരുന്ന 2 പേരുടെയും മുണ്ടും തലയിൽ കെട്ടിയിരുന്ന തലപ്പാവും പിന്നെ അമ്മ കടല പൊതിഞ്ഞു കൊടുത്ത ആ വടിയും തുണി അതും കൂടെ കൂട്ടിക്കെട്ടി 5 തുണികളും കൂട്ടിക്കെട്ടിയിട്ട് കിണറ്റിലേക്ക് ഇറക്കി. അപ്പൊ ഇളയ സഹോദരൻ മുകളിൽ നിന്ന് പിടിച്ചു കൊടുത്തു. ശ്രീരാം ശർമ്മ കിണറിലേക്ക് ഇറങ്ങാനായിട്ട് പോകുമ്പോൾ ഒരു വടി അതിന്റെ അറ്റത്തെത്തി ഇട്ടിരുന്നു. എന്തിനാണ്? ആ വടി കൊണ്ട് കിണറിലേക്ക് എത്തിയാൽ ഉടൻ പാമ്പിനെ തല്ലി കൊന്നിട്ട് എന്ത് ചെയ്യാം? കത്ത് എടുത്തുകൊണ്ട് വരാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. നമുക്ക് ബാക്കി നോക്കാം. പേജ് നമ്പർ 30. कुएं के धरातल से जब 4-5 गज रहा होगा तब ध्यान से नीचे को देखा. അപ്പോൾ കിണറിൽ എങ്ങനെയാണ്? നമ്മൾ ഈ റിങ്ങുകളാണ്, പടവുകൾ പോലെ റിങ്ങുകളുണ്ട്. അപ്പൊ ആ റിങ്ങിൽ ചവിട്ടി താഴേക്ക് ഇറങ്ങി കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ച് താഴേക്ക് നോക്കി. അക്കൽ ചക്രാഗി. ശരിക്കും പറഞ്ഞാല് ആ താഴേക്ക് നോക്കിയ നിമിഷം തന്നെ ടെൻഷനായി. കാര്യം ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. കാരണം अकल चकरा गई. सांप फन फैलाए धरातल से एक हाथ ऊपर उठा हुआ लहरा रहा था. അതായത് താഴേക്ക് നോക്കിയ നിമിഷം തന്നെ പേടിച്ചു പോയി. കാരണം ആ പാമ്പ് മുകളിലേക്ക് ഇങ്ങനെ പത്തി പൊക്കി പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. താഴേക്ക് വരുന്ന ആളെ കണ്ടു. അപ്പോൾ മുകളിലേക്ക് തന്നെ നോക്കി പത്തി വിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പൂഞ്ച് और पूंछ के समीप का भाग पृथ्वी पर था. അതിന്റെ വാലറ്റം മാത്രമേ ഉള്ളൂ ഇവിടെ താഴെ മുട്ടി നിൽക്കുന്നത്. ആധാ അഗ്രഭാഗ് ഊപ്പർ ഉടാ ഹുവാ മേരി പ്രതീക്ഷ കർ രഹാ താ. ബാക്കിയുള്ള പകുതി ഭാഗങ്ങളോ മുകളോട്ട് ഇങ്ങനെ പത്തി പിടിച്ചിട്ട് എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന പോലെ, എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുകയായിരുന്നു ആ പാമ്പ്. നീച്ചെ ധണ്ട ബന്ധാത. താഴെ കിട്ടിയിരിക്കുന്ന തുണിയുടെ അറ്റത്ത് എന്ത് കിടപ്പുണ്ട്? ആ കമ്പ്, പാമ്പിനെ തല്ലിക്കൊല്ലാനുള്ള വടി കിടപ്പുണ്ട്. മേരി ഉത്തർനേക്ക് ഗതി സെ ജോ ഇധർ ഉധർ ഹിൽത്താ था. അപ്പോൾ ലേഖകൻ എങ്ങനെയാണ്? ഈ തുണിയുടെ അറ്റത്ത് പിടിച്ചിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങുമ്പോൾ ആ ഇറങ്ങുന്ന ശക്തി കൊണ്ട് ഇങ്ങനെ വടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് താഴെ കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നു. उसी के कारण शायद मुझे उतरते देख सांप खाकर चोट के आसन पर बैठा था. അതായത് ഞാൻ ആ വടി ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് കൊണ്ട് പാമ്പ് അത് കണ്ടിട്ടാവണം എന്നെ നോക്കിക്കൊണ്ട് പാമ്പ് എന്ത് ചെയ്തു? ഘാതക് ചോക്കെ ആസൻ पर बैठा था. ഘാതക് മീൻസ് ജോ നുക്സാൻ പहुंचाए ഘാത് करने वाला. അതായത് തനിക്ക്
എന്തോ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വന്നിരിക്കുന്ന ആളെ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് പാമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. संबरा जैसे बीन बजाकर काले सांप को खिलाता है और सांप क्रोधित हो फन फैलाकर खड़ा होता और फुंगार मारकर चोट करता है, ठीक उसी प्रकार सांप तैयार था. ഈ പാമ്പും കീരിയൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, വളരെ എന്താണ് ദേഷ്യത്തോട് ഇങ്ങനെ ഇങ്ങനെ പാമ്പ് ചീറ്റുന്ന കണ്ടിട്ടില്ലേ, അതിൻ്റെ പുറത്തേക്ക് പാമ്പിൻ്റെ പുറത്ത് കീരിയുടെ പുറത്തേക്ക് ഇങ്ങനെ ശക്തമായിട്ട് ചീറ്റി എന്താണ് വലിഞ്ഞു മുറുക്കും. അതേപോലെയാണ് ഇവിടെ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പാമ്പും നിൽക്കുന്നതെന്നാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. खड़ा होता और फुंगार मारकर चोट करता था, ठीक उसी प्रकार सांप तैयार था. उसका प्रतिद्वंदी में उससे कुछ हाथ ऊपर धोती पकड़े लटका रहा था. എന്താണ് അതിൻ്റെ പ്രതിദ്വന്ദി, അതിൻ്റെ എന്താണ് അതിനെ മല്ലിടാനെത്തിയിരിക്കുന്ന പ്രതിനായകൻ അല്ലെ, വില്ലൻ. പ്രതിദ്വന്ദി എന്താ, വില്ലന്റെ രൂപത്തിലാണ് അതിനെ കാണുന്നത്. അപ്പോൾ അതിന് വില്ലനായിട്ട് എത്തിയിരിക്കുന്ന ആള് കുറച്ച് മുകളിലായിട്ട് തുണിയിൽ തൂങ്ങി ഇങ്ങനെ ഞാൻ കിടപ്പുണ്ട്. ധോത്തി बैग से बंदी होने के कारण कुएं के बीचों बीच लटक रही थी. അതായത് ഈ കിണറിന്റെ മുകളിൽ എന്തിലോ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ മുണ്ടിന്റെ അറ്റം. അതുകൊണ്ട് തന്നെ എന്താ കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് നടുക്കായിട്ട് ഇതിങ്ങനെ കൊണ്ട് തൂങ്ങിക്കിടക്കുകയാണ്. और कुएं के धरातल की परिधि के बीचों बीच ही उतरना था. इसके माने थे सांप से 1.5-2 फुट गज नहीं है. എന്താണ് ഇത് 1.5 അടി 2 അടി വ്യത്യാസമേ ഉള്ളൂ പാമ്പുമായിട്ട്. दूरी पर पैर रखना पर इतनी दूरी पर सांप पैर रखने की चोट करता. പക്ഷേ ഇനി കിണറിന്റെ താഴത്തേക്ക് കാല് കുത്തിയാൽ എന്ത് ചെയ്യും, എന്ത് സംഭവിക്കും, പാമ്പ് കടിക്കും, അത് ഉറപ്പായിരുന്നു. സ്മരൻ രഹേ കച്ചേ കുയ്യേ കാ വ്യാസ് ബഹുത് കം ഹോത്താ ഹൈ. അത് മാത്രമല്ല ഈ കിണറിന്റെ അടിയിൽ വ്യാസം വളരെ കുറവാണ്. കിണറിന്റെ അടിയിലേക്ക് അതിന്റെ ഇതാണ് വ്യാസം, അതിന്റെ ചുറ്റളവ് വളരെ കുറവായിരുന്നു. और ऊपर से लटक कर तो सांप ऐसी दिशा में कुएं में मैं सांप से अधिक 4 फुट की दूरी पर रह सकता था. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4 അടി ദൂരെയായിട്ടാണ് പാമ്പും ഞാനും തമ്മിലുള്ള അകലം ഏകദേശം 4 അടിയായിരുന്നു. वह भी उस दशा से जब सांप मुझसे दूर रहने का प्रयत्न करता था पर उतरना तो था कुएं के बीच क्योंकि मेरा साधन बीचों बीच लटका रहा था. പാമ്പ് എന്നെ താഴേക്ക് ഇറക്കാതിരിക്കാനാണ് പത്തി വിടർത്തി മുകളിലേക്ക് നോക്കിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് താഴേക്ക് ഇറങ്ങേണ്ടത് അത്യാവശ്യമാണ്. കാര്യം എന്താണ്, എൻ്റെ സാധനം, അതായത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സാധനം കിണറിന്റെ നടുക്ക് തന്നെ കിടപ്പുണ്ട്, താഴെ നടുക്കായിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു. ऊपर से लटक कर तो सांप नहीं मारा जा सकता, उतरना तो भागी थकावट से ऊपर चढ़ भी नहीं सकता था. അതായത് മേളിൽ നിന്ന് താഴേക്ക് ഇനിയും തൂങ്ങി ഇറങ്ങിയാൽ എന്തായാലും പാമ്പിന്റെ കടി കിട്ടും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ലേഖകൻ താഴേക്ക് ഇറങ്ങിയത്. അഥവാ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, ഇനി അഥവാ പേടിച്ച് മുകളിലേക്ക് കയറാമെന്ന് പറഞ്ഞാൽ പരിഭ്രമം കൊണ്ട്, ടെൻഷൻ കൊണ്ട് മുകളിലേക്ക് കയറാനും പറ്റുന്നുണ്ടായിരുന്നില്ല. अब तक अपने प्रतिद्वंदी को पीठ दिखने का निश्चय नहीं किया था. അതായത് ഇത്രയും നേരം തന്റെ വില്ലനെ, തനിക്ക് വില്ലനായിട്ട് ദോഷകാരിയായിട്ട് വരുന്ന ആളെ എന്താണ് കൊല്ലാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഉള്ളതിന് തീരുമാനം എടുത്തിരുന്നില്ല. यदि ऐसा करता भी तो कुएं के धरातल पर उतरे बिना क्या मैं ऊपर चढ़ सकता था. അതായത് കിണറിന്റെ താഴേക്ക് ഇറങ്ങാതെ ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഒന്നുകിൽ പാമ്പിനെ കൊല്ലണം, അതല്ലെങ്കിൽ ഈ കത്തെടുക്കണം, ചെയ്യണമെങ്കിലും കിണറിന്റെ താഴേക്ക് ഇറങ്ങേണ്ടത് അനിവാര്യമായിരുന്നു. ക്യോം മേരി ഏകാഗ്രചിത്തത വ്യക്തി ജാതി. ഞാൻ ഇങ്ങനെ വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം എപ്പോഴാണ് ശത്രു, അതായത് ആരാണ് എൻ്റെ ശത്രു, പാമ്പ്, എപ്പോഴാണ് എന്താണ് പ്രതികരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് ഏകാഗ്രചിത്തതയോടുകൂടി ഇരിക്കുകയായിരുന്നു. മുझे एक सूची എനിക്കൊരു ഉപായം തോന്നി. എന്താണ്, दोनों हाथों से धोती पकड़े हुए मैंने अपने पैर कुएं के बगल में लगा दिए. 2 കൈ കൊണ്ട് ഇങ്ങനെ മുണ്ടിൽ തൂങ്ങി പിടിച്ചുകൊണ്ട് കാല് കിണറിന്റെ ആ റിങ്ങിലേക്ക് വെച്ചു. दीवार से पैर लगते ही कुछ मिट्टी नीचे गिरी और सांप ने फू करके उस पर मुख मारा. എന്താണ് ഈ ഞാൻ കാലെടുത്ത ഉടനെ കിണറിന്റെ സൈഡിൽ ചവിട്ടി കാലെടുത്ത ഉടനെ പെട്ടെന്ന് സൈഡിൽ നിന്നും കുറച്ച് മണ്ണിടിഞ്ഞ് താഴേക്ക് വീണു. അത് കണ്ടപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, അതിനകത്തേക്ക് പാമ്പ് എന്തോ സാധനം ശത്രു താഴേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ ആഞ്ഞ് കുത്തി.
മേരെ പയർ ഭി ദീവാർ സെ ഹട്ട് ഗയേ, എന്റെ കാല് ആ കിണറിന്റെ ഭിത്തിയിൽ നിന്ന് വിട്ടുപോയി. ഔർ മേരി ടാംഗേ കമർ സെ സമഗോൺ ബനാത്തി ഹുയി ലടകത്തി രഹി. എന്നിട്ട് എന്താണ്, ഞാൻ ഈ കാലിൽ വിട്ടുപോയി. പിന്നെ കാൽ വിട്ടുപോയാൽ എന്ത് ചെയ്യും? ഇതിൽ പിടിച്ചിരിക്കുകയാണ്, എന്തിനാണ്? തുണിയിൽ പിടിച്ച് തൂങ്ങിച്ചിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. पर इससे सांप से दूरी और कुएं की परिधि पर उतरना का ढंग मालूम हो गया. ഇനി എന്തായാലും കിണറ്റിലേക്ക് ഇറങ്ങാതെ രക്ഷയില്ല. കാരണം എന്താണ്? ഒന്നുകിൽ പാമ്പിന്റെ കടി കൊള്ളു, അല്ലെങ്കിൽ ഈ സാധനം എടുത്തുകൊണ്ട് പാമ്പിനെ കൊണ്ടിട്ട് രക്ഷപ്പെടണം. തനി छूलकर मैंने अपने पैर कुएं की बगल से सटाए और कुछ धक्के के साथ अपने प्रतिद्वंदी के सम कुएं की दूसरी ओर 1.5 गज पर कुएं के धरातल पर खड़ा हो गया. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ എൻ്റെ കാല് ഈ കിണറിന്റെ സൈഡിൽ, കിണറിന്റെ നമ്മളെന്താ പറയുക, റിങ്, ആ റിങ്ങിന്റെ സൈഡിൽ വെച്ചുകൊണ്ട് എന്താണ് അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ടത്, എങ്ങനെയാണ്, താഴേക്ക് ഇറങ്ങണോ? എൻ്റെ ശത്രുവിനെ കാത്തുകൊണ്ട് ഞാൻ 1.5-2 അടി ദൂരത്തിൽ മാറി എന്താണ് പാമ്പിനെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിന്നു. സമൂह कुएं की दूसरी ओर 1 गज पर कुएं के धरातल पर आंखें चार हुई. അപ്പൊ ഈ സമകോൺ എന്താ പറഞ്ഞ, സമകോൺ എന്താ? 90 ഡിഗ്രി. സമകോൺ ബനാത്തിയിൽ അടക്കിയില്ലെങ്കിൽ എന്താ 90 ഡിഗ്രി ആയിട്ട്, 90 ഡിഗ്രി നിങ്ങൾ പഠിച്ചിട്ടുള്ള ആംഗിൾ അല്ലെ, റൈറ്റ് ആംഗിളും അക്യൂസ് ആംഗിളും അല്ലെ, ഒബ്റ്റ്യൂസ് ആംഗിളും ഒക്കെ പഠിച്ചിട്ടുണ്ട്, റൈറ്റ് ആംഗിൾ. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ലെവലിലാണ് ഇപ്പോൾ ലേഖകൻ നിൽക്കുന്നത്. അതായത് കിണറിൽ ഇങ്ങനെ നേരെ നിന്നുകൊണ്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. मैंने अपने पैर कुएं की बगल से सटाया और कुछ धक्के के साथ अपने प्रतिद्वंदी के समूह कुएं की दूसरी ओर 1.5 गज पर कुएं के धरातल पर खड़ा हो गया. എന്നിട്ട് എന്താ ചെയ്തത്? ഞാൻ ശരിക്കും ഈ ആ പാമ്പിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിന്റെ നീക്കം എന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പാമ്പിനെ, എന്റെ ശത്രുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാമ്പുക്കോ ചക്ഷുശ്രവ കഹത്തെ ഹെ. പാമ്പിനെ പറയുന്ന പേരെന്താണ്? ചക്ഷുശ്രവണൻ എന്നാണ്. ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുകൊണ്ട് കേൾക്കുന്നവനെന്നാണ്. അതിന് ചെവി കേൾക്കത്തില്ല, എന്താണ്? കണ്ണുകൾ കൊണ്ട് ശബ്ദം കേൾക്കുന്നവനെന്നാണ് ചക്ഷുശ്രവ. ചക്ഷുശ്രവ മീൻസ് എന്താണ്? ആംഖോംസെ സുന്നേവാല. ഇവിടെ കൊടുത്തിട്ടുണ്ട് മീനിങ്, ആംഖോംസെ സുന്നേവാല, കണ്ണുകൾ കൊണ്ട്. ശബ്ദം അതറിയുന്നത് എങ്ങനെയാണ്? കണ്ണുകൾ കൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേ സ്വയം ചക്ഷുശ്രവ ഹോരഹാഥ. ഞാനും എന്താണ് അതിന്റെ ഏതൊരു ശബ്ദവും അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്ന ഒരു ശബ്ദവും വളരെ ശ്രദ്ധിച്ച് കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ ചക്ഷുശ്രവണനെ പോലെ ആയി എന്നാണ് ലേഖകൻ പറയുന്നത്. अन्य इंद्रियों ने मानो सहानुभूति से अपनी शक्ति आंखों को दे दी हो. അതായത് എൻ്റെ മറ്റേന്ദ്രിയങ്ങൾ, കണ്ണ് മാത്രമല്ല, ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? എന്ത് പഞ്ചേന്ദ്രിയങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കണ്ണ് അല്ലേ? കണ്ണ് എന്തിനുള്ളതാണ്? കാഴ്ചകൾ കാണാൻ. പിന്നെ മൂക്ക് എന്താണ്? മണം പിടിക്കുവാനായിട്ട്. നാക്ക് രുചി അറിയുവാൻ അല്ലേ? ചെവി ശബ്ദം കേൾക്കുവാൻ. ത്വക്ക് സ്പർശനം അറിയുവാൻ. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെല്ലാം അതിൽ കണ്ണ് മാത്രം, കണ്ണിന് പവർ കൊടുത്തുകൊണ്ട് ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളും കണ്ണിന് പവർ കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നാണ് ലേഖകൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഹാനുഭൂതി സെ അഗ്നി ശക്തി ആംഖോങ്കോ ദേവീഹോ. സഹാനുഭൂതിയോടുകൂടി തങ്ങളുടെ ശക്തി ആ കണ്ണുകൾക്ക് നൽകി എന്നാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ് ഉണ്ട്, പക്ഷേ എല്ലാത്തിൻ്റെയും മീനിങ്സ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്